ശ്രീ റെജി ലൂക്കോസ്, ഇത് വളരെ നിഷ്കളങ്കമായ ഒരു പ്രസ്താവനയായിട്ടൊന്നും കാണാൻ കഴിയില്ല കെ മുരളീധരൻ പറഞ്ഞത്, ഒപ്പം CP ജോൺ പറഞ്ഞതൊക്കെ. അതായത് UDF-ന്റെ ഒരു നയരൂപീകരണ സമിതിയിലേക്ക് സ്ഥിരം സാന്നിധ്യമായ ഉന്നതനായ ഒരു നേതാവാണ് CP ജോൺ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലീഗ് പറഞ്ഞാൽ അതൊരു പ്രശ്നമാകും, CP ജോൺ പറയുമ്പോൾ അതൊരു പ്രശ്നമാകില്ല. ഇത് നോക്കൂ, ഇത് എവിടെയാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് എന്നതാണ് വലിയ ചോദ്യം. നിങ്ങൾ ഇരു മുന്നണികളും കൂടി ഈ കേരള രാഷ്ട്രീയത്തെ ചില ഛിദ്രശക്തികൾക്ക് മേൽ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2025 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വൻ പദ്ധതി, വൻ ഗൂഢാലോചനയാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗൗരവം എന്തുകൊണ്ട് CPM-നും LDF-നും ഇല്ല? അല്ല, ഇവിടെ CPM-ന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാനത് അടുത്ത ഘട്ടത്തിൽ പറയാം. അതായത് CP ജോൺ എന്താണ് പറഞ്ഞത് ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, CP ജോൺ കേരളത്തിലെ പിന്തുണച്ചുകൊണ്ട് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം 2019 മുതൽ പരസ്യമായ ബാന്ധവം തുടങ്ങിയ കേന്ദ്ര ദേശീയ തലത്തിൽ തന്നെ അവരുമായിട്ട് രഹസ്യധാരണ പരസ്യധാരണയിലുള്ള അതിനെ BD സൈസിനെ എതിർത്ത് പറയേണ്ടത് BD സൈസിനോടുള്ള വെല്ലുവിളി കൂടിയാണ് ഇത് വാസ്തവരാണെന്നുള്ള CP ജോൺ നടത്തിയത്. CP ജോൺ എന്നുള്ള വ്യക്തിയെ ഞാനും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം വലിയൊരു വമ്പൻ നേതാവാണ് UDF എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒക്കെ ഐഡിയോളജി ആയിട്ട് എങ്ങനെയാണ് അദ്ദേഹം ആ കോൺഗ്രസിനകത്ത് കഴിഞ്ഞു കൂടുന്നുള്ള എനിക്കറിയില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ വർഗീയ മുഖം ഒരു പരിധിവരെ പുറത്തു വന്നു. അതെല്ലാം കൂടെ എനിക്ക് ഷാക്കിറിനോട് മറുപടി പറയാറുണ്ട്. ഷാക്കിറിലൂടെ ചർച്ചയിലുടനീളം ഈ ജമാഅത്തെ ഇസ്ലാമിനെ വെള്ളപൂശൽ വിശുദ്ധ രാഷ്ട്രീയ കക്ഷിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ നിലപാട് ഏതാണെന്നുള്ളൊരു പാർട്ടിയുടെ നിലപാട് ഏതാണെന്നുള്ള ഞാൻ ചോദിച്ചത് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ മുസ്ലിം ലീഗിന്റെ അടിത്തറ എന്ന് പറയുന്ന സമസ്ത എന്ന് പറയുന്ന ആത്മീയ സെക്രട്ടറി, ആ സമസ്ത ഈ ജമാഅത്തെ ഇസ്ലാമിയെ കഴിഞ്ഞ കുറെ നാളുകളുടെ പരസ്യമായിട്ട് തള്ളിപ്പറയാൻ ഉദാഹരണം പറയാം. മെക്സവൺ എന്ന് പറഞ്ഞ ഒരു വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ആദ്യമായിട്ട് രംഗത്തിറങ്ങിയത് സമസ്തയുടെ യുവജന വിഭാഗവും സമസ്തയുടെ ഒരു ഉസ്താദുമാണ് പരസ്യമായിട്ട് വന്നത്. എന്താ അവർ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടനയുടെ ആശീർവാദത്തോടുകൂടി അല്ലെങ്കിൽ അവർ പിന്നിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് കൂടരുത്, അത് കൊടുങ്ങും, അത് വലിയ വർഗീയവാദ സംഘടനകൾക്ക് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, അതൊരു എന്താ പറയുക ദേശവിരുദ്ധ കൂട്ടായ്മയാണെന്നുള്ള നാളുകളിൽ തിരിച്ചറിയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ നിലപാടെടുത്ത സമസ്തയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സമസ്തയെ തള്ളി പറയാനുള്ള ചങ്കൂറ്റുണ്ടോ? ഇപ്പൊ പറയാം സമസ്ത പറഞ്ഞാണ് അംഗീകരിക്കുന്നില്ല എന്ന് പറയാം. ഷാക്കിർ, ഞാൻ അങ്ങയിലേക്ക് വരാം. റെജി ലൂക്കോസ് സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കട്ടെ. ഷാക്കിറിന്റെ നിലപാടിനോട് ഉള്ള നിങ്ങൾ പരസ്യമായിട്ട് ഇപ്പൊ ചർച്ചയിൽ സമസ്ത പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല, ഞങ്ങൾക്ക് സമസ്തയായിട്ടൊരു ബന്ധമില്ല, നിങ്ങളത് പറഞ്ഞാൽ മതി ഈ വിഷയത്തിൽ. അപ്പൊ ഇരുട്ടത്തും പകൽ സമയത്ത് രണ്ട് മുഖം കാണിച്ചുകൊണ്ട് നിങ്ങൾ പോരുത്. നിങ്ങളുടെ UDF എന്ന് പറയുന്ന ഈ അവിയൽ മുന്നണിയുടെ അല്ലെങ്കിൽ സാമ്പാർ മുന്നണിയുടെ സകല തട്ടിപ്പുകളും പുറത്തു വന്ന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കെ മുരളീധരൻ പറയുന്നു 2016 ഞാൻ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ ആ കൂട്ടുകക്ഷികളുടെയും വോട്ട് മേടിയാണ് ഞാൻ നിയമസഭയിൽ. അദ്ദേഹം പറയുന്നു അല്ല എന്ന് സതീശൻ പറയുന്നു. അല്ല സതീശ, മുരളീധരൻ പറഞ്ഞത് ശരിയാണ്, ഈ വർഗീയവാദികളെ കൂടെ കൂട്ടണമെന്ന് ഇപ്പൊ താത്വികമായി അദ്ദേഹത്തെ പാടിപ്പോഴുത്തുന്ന ഒരു എന്താണ് മറുപടി കൊണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ നിലപാട് ഇന്ന് പരസ്യമായ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ BJPയുടെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാം പതിറ്റാണ്ടുകൾക്ക് വെള്ളം എന്തുപോലെ ഒഴുകിപ്പോയി. ഇപ്പോൾ കരണ്ട് രാഷ്ട്രീയം ഈ നാട് അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടാണ്? ഹിന്ദുത്വവാദികളായ വർഗീയവാദികളും മുസ്ലിം തീവ്രവാദികളും തമ്മിലുള്ള ഒരു ബാന്ധവമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഞാൻ വസ്തുതയുടെ കാര്യമല്ലേ. ഞാൻ PDPയെ കുറിച്ച് പറഞ്ഞതൊക്കെ ശിവരാജ് ഗോകുൽ അത് അംഗീകരിച്ചത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹത്തെ കുറിച്ചും ദേശവികാരത്തെ കുറിച്ചും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പാർട്ടി നിങ്ങളാണ്. ആ നിങ്ങളെ പോലുള്ളവർ ഇതുപോലൊരു പീഡനവാദ സംഘടനയായിട്ട് മുന്നണി ഉണ്ടാക്കി ഈ രാജ്യത്ത് ഭരണത്തിലേറി ഒരു സംസ്ഥാനത്ത് വർഷങ്ങളോളം ഭരിച്ചു എന്ന് പറയുന്നത് ഞങ്ങളുടെ ആരോപണത്തിന് അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഒരു മറുപടിയും പറയാൻ പറ്റുന്നതിനകത്ത് ത്രിപുരയുടെ കാര്യം ഞാൻ പറഞ്ഞു നിഷേധിക്കട്ടെ. PDPയുമായിട്ട് രാഷ്ട്രീയമായ എതിർപ്പുകളുണ്ട്. PDP ഒരു വിഘടനവാദ സംഘടനയാണ് എന്നുള്ള തലത്തിലുള്ള ഒരു പ്രസ്താവനയൊന്നും അല്ല. അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് പലതിനോടും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവിടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആർട്ടിക്കിൾ 370 എടുത്ത് കളയുക എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് വളരെ കൃത്യമായിട്ട് കൊണ്ട് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ ഗെയിം മാത്രമാണ് ഞങ്ങൾ അതോടെ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ബോധ്യവുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യമാണ്
പ്രധാനം. മാർഗം പലതിലൂടെയും പോകും. പിന്നെ കേരളത്തിലെ PDP-യും ജമ്മു കശ്മീരിലെ PDP-യും തമ്മിൽ കൺഫ്യൂസ് ചെയ്ത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പരിശ്രമമൊക്കെ അവിടെ ഇരിക്കട്ടെ. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ടൊക്കെ ബോധ്യമുള്ളത് തന്നെയാണ്. ഞാൻ ഇടയിൽ കയറി ഇടപെട്ടതല്ല, എനിക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സെക്കൻഡ് ശ്രീ യുവരാജ് ഗോകുല, ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യം, അതിനുകൂടി മറുപടി പറഞ്ഞിട്ട് അങ്ങേ ഫ്രീ ആക്കാം. അതായത് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് വരുമ്പോൾ ഒരു കൂട്ടായ്മ ഇവിടെ രൂപം കൊള്ളുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി നിയന്ത്രിക്കുന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നുണ്ട്. അത് UDF-നെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയുന്നു. ഇത് എത്രത്തോളം ആപൽക്കരമാകും കേരള സമൂഹത്തെ സംബന്ധിച്ച്? നീലിമ, ഇവര് ഒന്നുകിൽ LDF-മായി ചേർന്നിട്ട് ഭരണത്തിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ UDF-മായിട്ട് ചേർന്നിട്ട് ഭരണത്തിൽ വരുന്നുണ്ട്. ഇത്രയും കാലം ഇതൊരു മറയിട്ട് അകത്തൊരു രഹസ്യമാക്കിയാണ് അവതരിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ അത് ഇത്തവണ പരസ്യമായിട്ട് പുറത്തു വരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുറച്ച് കാലങ്ങളായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രോജക്റ്റ് വളരെ ഭംഗിയായിട്ട് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനവർ തരാതരം പോലെ LDF-നെ ഉപയോഗിക്കുന്നുണ്ട്, തരാതരം പോലെ UDF-നെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് രണ്ടു കൂട്ടരും മാറി നിൽക്കുവാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഉള്ളത്. അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ SDPI-യുടെ തന്നെ നേതാക്കളുടെ പ്രസ്താവനകൾ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും എടുത്ത് നോക്കിയാൽ മതി. ഓരോ മണ്ഡലങ്ങളിലും അവർ എന്ത് തരം നിലപാടാണ് എടുത്തിരിക്കുന്നത്, ആരെയാണ് പിന്തുണച്ചിരിക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങളൊന്ന് ആലപ്പുഴയിൽ പോയിട്ട് G. സുധാകരൻ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് നോക്കുന്നേ. അവിടുത്തെ CPM-കാരോട് എന്നെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും കേരളത്തിൽ SDPI-ക്ക് പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ് അവിടെ ഉള്ളതെന്നുള്ള കാര്യം. കാരണം എന്താണ്, കേരള നിയമസഭയിൽ SDPI-ക്ക് അനൗദ്യോഗികമായിട്ടൊരു ഒരു മണ്ഡലം, ഒരു MLA കിട്ടിയ സ്ഥലം ജില്ലയാണ് ആലപ്പുഴ എന്നുള്ള കാര്യം. ജില്ലയാണ് ആലപ്പുഴ എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകരുത്. ജില്ലയാണ് ആലപ്പുഴ എന്നുള്ള തലത്തിലാണ് അവിടുത്തെ CPM-കാർ തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പൊ തരാതരം പോലെ ഈ രണ്ട് മുന്നണികളെയും വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റാഡിക്കൽ ഇസ്ലാമിക് ഫോഴ്സസിന് സാധിച്ചിട്ടുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UDF-ൽ നിന്ന് അണികളുടേതായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ വോട്ടർമാരുടെ ഒരു കുത്തൊഴുക്ക് BJP-യിലേക്ക് ഉണ്ടാകുന്നത്. CPM-ൽ നിന്ന് ഒരു ഏരിയ കമ്മിറ്റി മൊത്തമായിട്ട് രാജിവെച്ച് പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നത് വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ വർദ്ധിച്ചു വരികയുള്ളൂ. യെസ്.